നമസ്കാരം. PS ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളം 2025 നമ്മുടെ PSC മലയാളത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പരിഭാഷപ്പെടുത്തുക. അപ്പോൾ എന്താണ് പരിഭാഷപ്പെടുത്തേണ്ടത്? പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് ഇതിൻ്റെ മലയാള രൂപം എന്താണ്? പ്രസൻസ് ഓഫ് മൈൻഡ് എന്താണ്? ഓപ്ഷൻ എ മനസ്സിനെ സമ്മാനിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല കേട്ടോ, ഇതാണ് ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല, കാരണം അത്രയും സമയം നമുക്ക് പോകണ്ടല്ലോ. അതും കൂടി നമുക്ക് എന്താക്കാം, പഠനത്തിൽ ഉൾപ്പെടുത്താതെ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി നിങ്ങൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ ഓപ്ഷനിലൂടെ കടന്നു പോകണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓപ്ഷനും കൂടി കടന്നു പോകണം, എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നുള്ളൂ എങ്കിൽ അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോയിൽ ഞാൻ എന്താക്കുന്നതെന്ന് നമ്മുടെ ഓപ്ഷനിലൂടെ കടന്നു പോകുന്നില്ല. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മനസാന്നിധ്യം. പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യം. പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യം പഠിച്ചു വെക്കണേ. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ മലയാള രൂപം മനസാന്നിധ്യം എന്നാണ്. ഓക്കെ, യെസ്. ഇനി ജനകൻ്റെ മകൾ എന്താണ്? ജനകൻ്റെ മകൾ. ജനകൻ്റെ മകൾ എന്താണ്? ഒറ്റപ്പദം. യെസ്, ജനകൻ്റെ മകൾ ഓപ്ഷൻ ഡി, ജാനകിയാണ്. ജനകൻ്റെ മകൾ ജാനകി. ജനകൻ്റെ മകൾ ജാനകി. ഓക്കെ അല്ലേ? യെസ്. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയമെന്ത് എന്നാണ്? അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ് കൂട്ടുകാരെ? യെസ്, തയ്യാറാവുക. എന്താണ്? തയ്യാറാവുക എന്നാണ്. നമ്മൾ എന്താക്കും, അരയും തലയും മുറുക്കിയിട്ട് പുറപ്പെട്ടു എന്നെല്ലാം പറയില്ല. അപ്പോൾ തയ്യാറായി അടി എന്തെങ്കിലും ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അരയും തലയൊക്കെ മുറുക്കി എന്ന് പറയുന്നുണ്ട്. അപ്പം തയ്യാറാകുക എന്നാണ് ആ ശൈലിയുടെ ആശയം. ഓക്കെ അല്ലേ? യെസ്. ഇനി ശരിയായ പദം എഴുതാൻ യഥേഷ്ടം. യഥേഷ്ടം എങ്ങനെ എഴുതാം? യഥേഷ്ടം. യഥേഷ്ടമാണ്. യഥേഷ്ടം. യഥേഷ്ടം. യഥേഷ്ടം മനസ്സിലായോ? യഥേഷ്ടം രഥത്തിൻ്റെ തായാണ്. രഥത്തിൻ്റെ താ യഥേഷ്ടം. ഓക്കെ, യെസ്. ഇനി കാറ്റിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. കാറ്റ് നമുക്കറിയാം. യെസ്, പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. എങ്കിൽ അനലൻ എന്താണ്? അനലൻ തീയാണല്ലേ. അനലൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? യെസ്, അനലൻ എന്ന് പറഞ്ഞാൽ തീയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കാറ്റിൻ്റെ പര്യായമല്ലാതെ വരുന്ന ഏതാണ്? യെസ്, ഓപ്ഷൻ ബി, അനലൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ, സത് പ്ലസ് ജനം. സത് പ്ലസ് ജനം എങ്ങനെ കൂട്ടി എഴുതുക? യെസ്, ഓപ്ഷൻ സി, സജ്ജനമാണ്. സജ്ജനം. ഓപ്ഷൻ ഡി, സജ്ജനം. സത് പ്ലസ് ജനം ഈക്വൽ ടു, അല്ലെങ്കിൽ സത് പ്ലസ് ജനം കൂട്ടി എഴുതിയാൽ സജ്ജനം. 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 ഓക്കെ അല്ലേ? യെസ്, സജ്ജനം. സജ്ജനം. ഇനി ഉഗ്രം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഉഗ്രം. ഉഗ്രം. ഉഗ്രം ശാന്തം. ഉഗ്രം വിപരീതം. ഉഗ്രത്തിന്റെ വിപരീതം എന്താണ്? ശാന്തമാണല്ലേ. ഉഗ്രം ശാന്തം. ഉഗ്രം ശാന്തം. ഓക്കെ അല്ലേ? യെസ്. ഇനി വിപരീത പദം എഴുതുക, പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക. നെന്മണി. നെന്മണി എങ്ങനെ പിരിച്ചെഴുതും? നെലി പ്ലസ് മണിയാണല്ലേ. നെൽമണി. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. നെൽ പ്ലസ് മണി. നെന്മണി എങ്ങനെ പിരിച്ചെഴുതുക? നെൽ പ്ലസ് മണി. നെൽ പ്ലസ് മണിയാണ്. നെൽ പ്ലസ് മണിയാണ് ഏത് കൂട്ടുകാരെ? നെന്മണി. നെന്മണി മനസ്സിലാവുന്നില്ലേടാ? യെസ്. അപ്പം ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒരു തെറ്റ് പറ്റിപ്പോയി. ഓപ്ഷൻ എ ആണ്. നെൽ പ്ലസ് മണി. നെൽ പ്ലസ് മണിയാണ് നെന്മണി. ഓക്കെ അല്ലേ? ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ, കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏത്? കാലുകൾ 2 തവണ കഴുകി. ഇതിൽ ഏത്? അത് ദ്വിവചനമാണോ, സലിംഗ ബഹുവചനമാണോ, പൂജക ബഹുവചനമാണോ ചോദിച്ചാൽ അലിംഗ ബഹുവചനമാണ്. എന്താണ്? അലിംഗ ബഹുവചനം. ഓപ്ഷൻ ഡി, അലിംഗ ബഹുവചനം. കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏതാണ്? അലിംഗ ബഹുവചനം. ഓക്കെ. ഇനി ലേഖകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം എഴുതുക. സ്ത്രീലിംഗ പദം ലേഖകൻ. ലേഖിക. ലേഖിക. ഓപ്ഷൻ സി, ലേഖിക. ലേഖിക. ഓപ്ഷൻ സി, ലേഖികയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. അപ്പം എന്താണ് നമ്മൾ ഒരു മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താക്കുന്നുള്ളൂ. യെസ്, ഞാൻ ഇവിടെ
ചർച്ച ചെയ്യുന്നുള്ളൂ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എന്താണ് സമയത്തിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വേണമെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്നും കൂടി ഞാൻ കടന്നു പോകാം. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ ആദ്യം പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് മനസ്സാന്നിധ്യമാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് മനസ്സാന്നിധ്യം. ജനകന്റെ മകൾ ഒറ്റപ്പദം ജാനകിയാണ്. ജനകന്റെ മകൾ ജാനകി. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? യെസ്, തയ്യാറാകുക. യഥേഷ്ടം എങ്ങനെ എഴുതാം? യഥേഷ്ടം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ യഥേഷ്ടം. ഇനി 75ാമത്തത് അനലൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി അല്ലെങ്കിൽ തീയാണ്. ഓക്കെ, കാറ്റിൻ്റെ പര്യായങ്ങളാണ് പവനൻ എന്നും മാരുതൻ എന്നും അനിലൻ എന്നും പറയാം. ഇനി സതി പ്ലസ് ജനം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതും? സതി പ്ലസ് ജനം കൂട്ടി എഴുതിയാൽ എങ്ങനെ കിട്ടും? സജ്ജനം. ചിലപ്പോൾ പി എസ് സി എഴുതുക സജ്ജനം പിരിച്ചെഴുതാൻ ചിലപ്പോൾ ചോദിക്കും. സതി പ്ലസ് ജനമാണ് സജ്ജനം. ഇനി ഉഗ്രം എന്നതിൻ്റെ വിപരീത പദം ഉഗ്രം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് കൂട്ടുകാര്? ശാന്തമാണ്. നെന്മണി പിരിച്ചെഴുതിയാൽ ഏതെഴുതാം? യെസ്, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ നെൽ പ്ലസ് മണിയാണ്. ഓക്കെ, ഇനി കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏതാണ് കൂട്ടുകാരെ? യെസ്, അലിംഗ ബഹുവചനം. ലേഖകൻ ലേഖികയാണ്. എന്താണ് വിപരീത സ്ത്രീലിംഗ പദം ഏതാണ്? ലേഖകനും ലേഖികയും. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു.